ഹലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുരിദാറിൻ്റെ എല്ലാം ബാക്ക് സൈഡിൽ ടക്ക് എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളതാണ്. പല ആൾക്കാർക്കും പല ഷേപ്പുകളാണ് ഉള്ളത്. അപ്പോൾ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ബാക്ക് സൈഡിലൊരു കുഴിവ് പോലെയാണ്. അപ്പോൾ എത്ര ഷേപ്പാക്കി അടിച്ചാലും ബാക്ക് സൈഡ് ഒരു ചെറിയ ലൂസ് ഉണ്ടാവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചുരിദാറിൻ്റെ എല്ലാം ബാക്കിൽ ടക്ക് ഇടുന്നത്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് തുണിയുടെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തണം. അതിനായിട്ട് തുണി രണ്ടായിട്ട് മടക്കുക. അതിൻ്റെ നേർപകുതിയായിട്ട് രണ്ട് ഭാഗവും മടക്കി വെക്കുക. എല്ലാ തുണിയും കറക്റ്റാക്കി വെക്കണം. എല്ലാം കറക്റ്റാക്കി എടുത്ത ശേഷം തുണീനെ നടുക്ക് ഒരു സെൻറ്റർ കിട്ടുമല്ലോ, ആ സെൻറ്റർ തുണിയൊന്ന് എല്ലാം കറക്റ്റാക്കി വെച്ച ശേഷം അമർത്തി കൊടുക്കുക. നന്നായിട്ട് അമർത്തി കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ചോക്ക് വെച്ചിട്ട് ആ സൈഡിൽ കൂടെ മെല്ലനെ വരഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ നന്നായിട്ട് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മടക്കിൻ്റെ ഒരു പാടുണ്ടാവും. എന്നിട്ട് പിന്നീട് തുണി നേർത്തിട്ട് ആ മടക്കിൻ്റെ പാട് വരുന്ന ഭാഗത്ത് നമുക്ക് സ്കെയിൽ കൊണ്ട് നീളത്തിലൊരു വര കൊടുക്കാം. മേലെ നിന്ന് താഴെ വരെ സ്കെയിൽ കൊണ്ട് നീളത്തിലൊരു വര കൊടുക്കാം. അങ്ങനെ അത് കൂട്ടി യോജിപ്പിച്ച ശേഷം അങ്ങനെ സെൻറ്റർ കിട്ടി. ഇനിയാണ് ഡാട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഡാട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 2.5 ഇഞ്ച്, രണ്ട് ആം ഹോളിൻ്റെ അവിടെ നിന്നും താഴേക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തും. എന്നിട്ട് അവിടെ സ്കെയിൽ വെച്ച് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കും. സൈഡ് ഓപ്പൺ ആയ ചുരിദാറാണെങ്കിൽ ഞാൻ സൈഡ് ഓപ്പണിൻ്റെ അവിടെ നിന്ന് മേലേക്കും 2.5-3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടാണ് ചെയ്യാറ്. ഇത് സൈഡ് ഓപ്പൺ അല്ലാത്ത ടോപ്പ് ആയതുകൊണ്ട് ഞാൻ നമ്മൾ മേലൊരു സെൻറ്ററായിട്ടൊരു വര കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ വരന് താഴേക്ക് 8 ഇഞ്ച്, സാധാരണ ഒരു ഹൈറ്റുള്ള ഒരാൾക്ക് 8 ഇഞ്ചാണ് ഡാട്ടിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ മേലെ നിന്ന് താഴേക്ക് 8 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. സൈഡ് ഓപ്പൺ അല്ലാത്ത ടോപ്പിനാണ് ഞാൻ മേലെ നിന്ന് താഴേക്ക് 8 ഇഞ്ച്. അത് ആൾക്കാരുടെ നീളം അനുസരിച്ചിട്ട് അളവുകൾക്ക് മാറ്റം വരും. അത് 7 ആവും, ചിലപ്പോൾ 6 ആവും. അങ്ങനെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ 6 ആവും. ഈ സെൻറ്റർ ലൈനിൽ നിന്നും ഇപ്പുറത്തേക്കും ഈ സെൻറ്റർ ലൈനിൽ നിന്ന് ഇപ്പുറത്തേക്കും 4 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ആദ്യം ഈ ലൈനിൻ്റെ ലെങ്ത് നോക്കുക, 8. എപ്പോഴും താഴെ സൈഡ് ഓപ്പൺ അല്ല എങ്കിൽ നമ്മുടെ മേലെ നിന്ന് 2.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് താഴേക്ക് ഞാൻ 8 ഇഞ്ചിലാണ് ഡാട്ട് ഇടാറ്. അതായത് ഹൈറ്റ് അനുസരിച്ചിട്ടാണ്, ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ചിട്ട്. ഇപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണ്, അപ്പോൾ 8 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ സാധാരണ ഈ താഴെ സൈഡ് ഓപ്പണിൻ്റെ അവിടെ സൈഡ് സ്ലിറ്റ് അല്ല എങ്കിൽ ഇങ്ങനെ ഇവിടുന്ന് ആം ഹോളിൻ്റെ അവിടെ നിന്ന് 2.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഒരു ലൈൻ കൊടുക്കുക. അവിടുന്ന് താഴേക്ക് 8 ഇഞ്ച്, ഇവിടുന്ന് താഴേക്ക് 8 ഇഞ്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 4 ഇഞ്ച്. അതേപോലെ താഴേന്ന് അവിടുന്ന് അങ്ങോട്ടേക്ക് 4 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച്. എന്നിട്ടത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി ഇതിൻ്റെയും പകുതി എടുക്കുക, 4 ഇഞ്ച് തന്നെ. ഇത് 8 അല്ലേ വരുന്നത്, അപ്പോൾ അതിൻ്റെ പകുതി 4. ഇത് 8 വരുന്ന, അതിൻ്റെ പകുതി 4. ഇനി ഇവിടുന്നാണ് നമ്മൾ ഡാട്ടിൻ്റെ ഷേപ്പ് വരുന്നത്. അത് 4 ഇഞ്ച് വെച്ചിട്ട് ഇവിടെ ഒരു 4 ഇഞ്ച്, ഇവിടെ ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ 4 ഇഞ്ചും ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ താഴെയും 4 ഇഞ്ച്. ഇതാണ് ഇതിൻ്റെ ഷേപ്പിൻ്റെ ഇത്. അതേപോലെ ഇവിടെയും 4 ഇഞ്ച് അപ്പുറത്തും 4 ഇഞ്ച് ഇപ്പുറത്തും അടയാളപ്പെടുത്തുക. ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇവിടുന്നേ തുടങ്ങിയിട്ട് ഇവിടെ 4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ പോകും. ഇത് 4 ഇഞ്ചാണ് എടുത്തത്. അടിച്ച് വരുമ്പോൾ അത് 3.5 ഇഞ്ച് ആയിക്കോളും. ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഒരിക്കൽ കൂടി പറയാം. ആദ്യം നമ്മൾ ഡാട്ട് ഇടുവാണെങ്കിൽ സെൻറ്റർ ഭാഗം ആദ്യം അടയാളപ്പെടുത്തുക. അതിൻ്റെ പകുതി അടയാളപ്പെടുത്തി സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തിയിട്ട് ഒരു വര കൊടുക്കുക. എന്നിട്ട് ആം ഹോളിൻ്റെ അടുന്ന്, ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്, ആം ഹോളിൻ്റെ അടുന്ന് 2.5 ഇഞ്ച് ഇവിടെയും 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് സ്കെയിൽ കൊണ്ട് വരച്ചു കൊടുക്കുക. അതിന് ശേഷം സൈഡ് ഓപ്പൺ ആണെങ്കിൽ സൈഡ് ഓപ്പണിൻ്റെ അവിടെ നിന്ന് മേലേക്ക് ഒരു 2.5-3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് മേലേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതല്ല ഈ സൈഡ് ഓപ്പൺ അല്ലാത്തതാണെങ്കിൽ ഞാൻ
ആളുടെ ഹൈറ്റ് അനുസരിച്ചാണ്. ആൾക്ക് ഏകദേശം ഒരു ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഇവിടുന്ന് താഴേക്ക് 8 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇവിടെയും താഴേക്ക് 8 ഇഞ്ച്. ഹൈറ്റിൻ്റെ ഇത് കുറഞ്ഞിട്ടാണെങ്കിൽ 7 ഇഞ്ച്, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 6 ഇഞ്ച് അങ്ങനെ മതിയാവും. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടുന്ന് താഴേക്ക് 8 ഇഞ്ച്. 8 ഇഞ്ച് അടയാളപ്പെടുത്തുന്നതിന് മുന്നേ ജസ്റ്റ് ഈ വര വരയ്ക്കാൻ വേണ്ടി 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഈ സെൻറ്ററിന് ഇവിടേക്ക് 4 ഇഞ്ചാണ്. അത് 4 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടും 4 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടും അടയാളപ്പെടുത്തുക. അതേപോലെ താഴെ 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിന് ശേഷം ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 8ൻ്റെ പകുതി ഇവിടെയും 4 തന്നെയാണ് വരുന്നത്. 4 ഇവിടെ സെൻറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടുന്ന് 4 ഇഞ്ച് ഇവിടെയും 4 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് അതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ കൈയിടാം. എന്നാൽ ലൈനിങ് ഉള്ളത് കൊണ്ട് ലൈനിങ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊന്നും പാടില്ല. അടിച്ചിട്ടുണ്ട്. ആദ്യം ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. അതിൻ്റെ ഒരു സ്റ്റിച്ച് അതിന് മറ്റേ സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഡാട്ട് ഇടുമ്പോൾ തുണിയെല്ലാം കറക്റ്റാക്കി പിടിക്കുക. ആ ഡാട്ടിൻ്റെ സൈഡ് മടക്കി കറക്റ്റാക്കി പിടിക്കണം. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തുണി കയറിയിട്ടുണ്ടെങ്കിൽ ഡാട്ടെല്ലാം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയെല്ലാം ചുളിങ്ങിയ പോലെയും കയറിയ പോലെയും കാണും. അപ്പോൾ തുണിയെല്ലാം കറക്റ്റായിട്ട് അവിടെ ഇവിടെയൊന്നും ചുളിയാതെ ഡാട്ട് കറക്റ്റായിട്ടാണോ പിടിച്ചതെന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ലൈനിങ് ഇല്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ലൈനിങ് ഒക്കെ ഉള്ളതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈനിങ് എല്ലാം മാറിപ്പോയി കഴിഞ്ഞാൽ അത് ഏത്തക്കുത്തനെ ഉണ്ടാവും. അപ്പോൾ ഡാട്ടെല്ലാം ശ്രദ്ധിച്ചിട്ട് മെല്ലെ മെല്ലെ അടിച്ചെടുക്കുക. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഡാട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് ഡാട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറച്ചിട്ടിട്ട് നോക്കാം. അങ്ങനെ മറച്ചിട്ടിട്ടുണ്ട്. എവിടെയും ഏത്തക്കുത്തനെയൊന്നും ആയിട്ടില്ല. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ കളർ ഇങ്ങനത്തെ അവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല വൃത്തിക്ക് ഡാട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.